പ്രിയപ്പെട്ട കർഷകരെ, നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കൃഷി വിജ്ഞാന കേന്ദ്ര ഇടുക്കിയിലുള്ള പ്രോഡക്ട്സുകളെ കുറിച്ചാണ്. അപ്പോൾ അതിപ്പോൾ നമുക്ക് ആദ്യമാണ് ഈ ചൂടുള്ള കാലാവസ്ഥ വരാൻ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കഴിഞ്ഞ ഒരു 2 വർഷങ്ങളായിട്ട് അല്ല 3 വർഷങ്ങളായിട്ട് നമ്മൾ മെത്തലോ ബാക്ടീരിയ എന്ന് പറയുന്നത് പിങ്ക് പിഗ്മെന്റഡ് ഫാഗലിറ്റേറ്റീവ് മെത്തലോട്രോപ്സ് എന്ന് പറയുന്ന ആ ബാക്ടീരിയ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷങ്ങളും അതിൻ്റെ മുമ്പത്തെ വർഷങ്ങളും ഏകദേശം ഒരു കുറച്ച് ഏരിയകളിൽ ഈ വെള്ളം ലഭ്യത കുറവുള്ള സ്ഥലത്ത് യൂസ് ചെയ്തിട്ട് ഫാർമർ തന്നെ നല്ല റിസൾട്ട് എന്ന് പറയും. അപ്പോൾ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ചൂടുള്ള സമയത്ത്. അപ്പോൾ അത് നമുക്ക് ഈ ഇവിടെ തന്നെ നമ്മൾ ഇടുക്കിയിൽ തന്നെ ഐസൊലേറ്റ് ചെയ്ത് എടുത്ത ഒരു കൾച്ചറാണ് നമ്മൾ ഈ മെത്തലോട്രോപ്സ് എന്ന് പറയുന്നത്, അല്ല മെത്തലോ ബാക്ടീരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ PPF എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഇപ്പോൾ പല കമ്പനീസിലും മാർക്കറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 2016 തൊട്ട് ഇത് നമ്മൾ പല സ്ഥലത്ത് ഗവേഷണം ചെയ്തു. അത് ട്രയലായിട്ട് ചെയ്ത് പിന്നെ കർഷകർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഏലത്തിന് ചെയ്തു, പിന്നെ കുരുമുളകിന് ചെയ്തു, പച്ചക്കറിക്ക് ചെയ്തു, പിന്നെ ഇപ്പോൾ വാഴക്കൃഷിക്കും ചെയ്തു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ഏലത്തിന് നേരത്തെ റിസർച്ച് ഒക്കെ ചെയ്ത് അത് പേപ്പറിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു 2025 സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുരുമുളക് കൃഷിക്കും ഇത് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഒരു റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏലകൃഷിയെ സംബന്ധിച്ച് നമുക്ക് പറയണമെങ്കിൽ ഇതൊരു ചൂടുള്ള സമയത്ത് 1/2 ലിറ്റർ 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 35 to 40 ദിവസം വരെ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ഈർപ്പം പിടിച്ച് നിർത്താൻ സാധിക്കും. അത് നമ്മൾ ഇലയിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇലയിൽ ഇത് കയറിയിട്ട് അതിൻ്റെ നറമ്പിൽ സ്പ്രെഡായിട്ട് ഒരു ലെയർ പോലെ ഉണ്ടാക്കി അതിൽ ഈ ഈർപ്പം പുറത്തു വിടാതെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ചെടി ഒരു ഗ്രീനീസ് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഒരു 45 ദിവസം കഴിയുമ്പോൾ പിന്നെയും നമ്മൾ ഒരു പ്രാവശ്യം കൊടുക്കാനുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട്. നല്ലപോലെ ചൂടുണ്ടെങ്കിൽ 1 മാസം, അല്ലെങ്കിൽ 40-45 ദിവസം കൂടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇടയ്ക്ക് നമ്മൾ നനച്ചു കൊടുക്കും. ഇതിപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇത് കൊടുക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് നനച്ചു കൊടുക്കാവോ? നനച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കൊരു 20% ഈൽഡ് കൂടത്തേ ഉള്ളൂ. നമ്മൾ നനച്ചു കൊടുക്കുന്ന വെള്ളത്തെയും ഇത് പിടിച്ച് ചെടിയിൽ നിർത്തും, ഓപ്പറേറ്റ് ആകില്ല. അപ്പോൾ സൂര്യപ്രകാശം നേരിട്ട് ചെടിയിൽ നേരിട്ട് വീണാലും ഇതിനുള്ള ഈ വെള്ളം ലഭ്യത ഒരിക്കലും ചെടിയിൽ നിന്ന് കുറയും.